ഓണത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഗർഭിണിയായ യുവതിക്ക് ഭർത്താവിനും സഹോദരനും പരിക്ക്. പ്രതിസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരായതിനാൽ പാലക്കാട് വടക്കഞ്ചേരി പോലീസ് കേസെടുക്കുന്നില്ലെന്ന പരാതി. വടക്കഞ്ചേരി കിഴക്കഞ്ചേരി സ്വദേശിയായ യുവാക്കൾക്ക് തലയ്ക്കും കൈക്കും ഉൾപ്പെടെ വെട്ടേറ്റിട്ടും പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് പരാതി. മാത്രമല്ല, സംഘർഷത്തിൽ ഗർഭിണിയായ യുവതിയെ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രതി ചവിട്ടിയതായും പറയുന്നു. പോലീസുകാരായ സുജിത് സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനമുണ്ടായതെന്നും കുടുംബം പറയുന്നു. അവിട്ടനാളിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ തെണ്ടങ്കോടം പ്രദേശത്ത് ഒരു ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം രാത്രി ഒരു 9:00 കൂടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എൻ്റെ ഭർത്താവിനെയും എൻ്റെ അനിയനെ ആക്രമിക്കുകയുണ്ടായി. അത് തടയാൻ ശ്രമിച്ച് എനിക്കും ആക്രമണത്തിൽ ഞാൻ ഇരയാകേണ്ടി വന്നു. ഞാൻ ഗർഭിണിയാണെന്നും കൂടെ നോക്കാണ്ടാണ് ആക്രമണികൾ എന്നെ ആക്രമിച്ചത്. അതിൽ 2 പോലീസുകാരാണ് മെയിനായിട്ട് ആക്രമണത്തിന് ഇടയായ 2 പേര്. പിന്നെ ബാക്കി അവൻ്റെ ചെറിയച്ഛൻ്റെ മോൻ, പിന്നെ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും. ഇതിനെ ബന്ധപ്പെട്ട് വടക്കഞ്ചേരി സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷേ പോലീസുകാരുടെ ഭാഗത്ത് ഇതുവരെ യാതൊരു വിധ നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ അനിയനൊരു സ്ട്രോക്ക് പേഷ്യൻ്റാണ്. അവൻ റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിന് തലയിൽ നല്ല ആഴത്തുള്ള പരിക്കാനും പണിക്ക് പോകാൻ പറ്റുന്നില്ല. നോക്കാം, നാളെ മറ്റന്നാന്നൊക്കെ പറഞ്ഞിപ്പോൾ 3 ദിവസമായി സാറേ. ഞങ്ങൾക്ക് അവിടെ 3 പേര് ഭക്ഷണം പോലും കഴിക്കേണ്ട സ്റ്റേഷൻ ഫ്രണ്ടിൽ പോയി നിൽക്കാറും ഒന്നും സാർ മെയിൻ്റ് പോലും ആരും ചെയ്യുന്നില്ല സാറുമാർ. ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സാറിനോട്. ഞങ്ങൾക്ക് ആരുമില്ല, അവർക്ക് സാമ്പത്തികമായിട്ടും പിന്നെ 2 ഓഫീസർമാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല. അപ്പോൾ എല്ലാവരും അപേക്ഷയോടെ എല്ലാവരും ഞങ്ങൾക്ക് നീതി വേണം. നല്ല വാളും കൊണ്ട് വെട്ടിയാണ് സാറേ. തടുക്കാൻ പോയതിന് എല്ലാവർക്കും 3 പേർക്ക് വൈഫിനെ പോലീസുകാരാണ് അടിച്ചത്, മർദ്ദിച്ചത്, ബാക്കിൽ ചവിട്ടിയതെല്ലാം ഗർഭിണി പോലും നോക്കാനാണ് ചെയ്തത് സാർ. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ പരാതിയിൽ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇതിൽ എത്രത്തോളം പ്രതിഷേധം ഇതിനകം ശക്തമായി കഴിഞ്ഞിട്ടുണ്ട്? സുരേഷ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. പാലക്കാട് വടക്കഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് വലിയ അനാസ്ഥ ഉണ്ടാവുന്നതെന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ അവിട്ടനാളിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത്. അവിട്ടനാളിൽ ഈ പറയുന്ന പരിപാടി, ഓണാഘോഷ പരിപാടിക്കിടെ ഡാസ്ലെസ് ബോയ്സ് എന്ന കൂട്ടായ്മയാണ് കിഴക്കഞ്ചേരി തൊണ്ടങ്കോടം ഭാഗത്ത് ഇത്തരമൊരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ആ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ച സമയത്ത് അവിടെ പരിപാടിക്ക് പോയിട്ടിരുന്ന ശരത്ത്, അജിത്ത് എന്നീ 2 യുവാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഈ യുവാക്കൾ പരാതിയിൽ പറയുന്നത്. ഇവരുടെ തലയ്ക്കും കൈക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. മാത്രമല്ല, ശരീരത്തിൽ ആകമാനം ചവിട്ടുകയും മറ്റുമൊക്കെ ചെയ്ത പാടുകളും നമുക്ക് അവരുടെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സമയത്ത് ഈ ശരത്തിൻ്റെ ഭാര്യയായ സിന്ധു ഈ സംഘർഷം കണ്ട് ഇത് തടയാൻ വേണ്ടി വന്ന സമയത്ത് അവർ ഗർഭിണിയാണ്, 5 മാസം ഗർഭിണിയാണ്. ആ ഗർഭിണിയായ സിന്ധുവിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ വ്യക്തി ചവിട്ടുക ഉൾപ്പെടെ പുറകിൽ ചവിട്ടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ആ ഗർഭിണിയായ യുവതിയെ പിടിച്ച് തള്ളിയിടുക ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പരാതിയിൽ പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പരിക്കേറ്റ ഉടൻ തന്നെ പാലക്കാട് ആലത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടുകയുണ്ടായി. ആശുപത്രിയിൽ നിന്നും ഈ പോലീസിന് കൃത്യമായിട്ട് ഇൻറ്റിമേഷൻ ഉൾപ്പെടെ പോയിട്ടുണ്ട്. പക്ഷേ വടക്കഞ്ചേരി പോലീസിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഇതിൽ കേസെടുക്കുന്ന മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ അവിട്ടനാൾ മുതൽ ഇപ്പോൾ ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇതിൽ നടപടിയെടുക്കാത്തത്, എന്തുകൊണ്ടാണ് ഇതിൽ കേസെടുത്ത് മറ്റ് നടപടികൾ സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയാണ്. പക്ഷേ വടക്കഞ്ചേരി CIയുടെ ഭാഗത്തു നിന്ന് അന്വേഷിക്കട്ടെ, അങ്ങനെ അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ഒരു ഒളിച്ചുകളി നടത്തുന്നു. പ്രതിസ്ഥാനത്തുള്ള 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസെടുത്ത് മറ്റു നടപടികൾ ഉണ്ടാവാത്തത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുടുംബം ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സംഭവത്തിൽ ഏതെങ്കിലും, അതായത് നമുക്കറിയാം, ഒരു അടിപിടി കേസാണെങ്കിൽ ആ അടിപിടി കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മർദ്ദിച്ചു എന്നത് സംബന്ധിച്ചെങ്കിലും ഒരു FIR ഇടേണ്ടതാണ്. പക്ഷേ ഇതുവരെ വടക്കഞ്ചേരി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കേസിൽ FIR ഇടുകയോ മറ്റു നടപടികളോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും കുടുംബം ആരോപിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ കേട്ടുവരുന്നതാണ് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ആളുകളുടെ പരാതി പറയാൻ പോയ ആളുകൾക്ക് നേരെ മർദ്ദനം ഉണ്ടാകുന്നതും അതല്ലാത്ത സംഭവങ്ങളും ഒക്കെ വലിയ രീതിയിൽ
ജനമൈത്രി പോലീസാണെന്ന് ഒരു വശത്ത് പറഞ്ഞ് മറ്റൊരു വശത്ത് ഈ പരാതിക്കാർക്ക് നേരെ തന്നെ ആക്രമണങ്ങളും മറ്റും ഉണ്ടാകുന്ന വാർത്തകൾ തുടരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് പാലക്കാട് വടക്കഞ്ചേരി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടായിട്ടും ഒരു കുടുംബത്തിന് മർദ്ദനമേറ്റിട്ടും അവരുടെ പരിക്കുകളൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്നു. ആശുപത്രി രേഖകൾ കൃത്യമായിട്ടുണ്ട്. എന്നിട്ടും സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. പ്രതിസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പോലീസ് കേസെടുക്കാത്തത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.